റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ. ഇപ്പൊ നമ്മുടെ ഒരുവിധം സ്റ്റുഡൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ കുറെ പേര് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ആവട്ടെ, അതായത് എക്സാം ഒക്കെ ആവട്ടെ, ആ സമയത്ത് ബാച്ചിൽ ജോയിൻ ചെയ്താൽ പോരെ. ആ സമയത്താണ് നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാകുന്നത്, കുറെ ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാനുണ്ടായിരിക്കും, അതേപോലെ തന്നെ എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം, ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല അല്ലെ. അപ്പൊ ആ സമയത്ത് ജോയിൻ ചെയ്താൽ പോരെ, ഇപ്പൊ തന്നെ എന്തിനാ ഇപ്പൊ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ട് അതിനിപ്പോ ആവശ്യം എന്താ, അങ്ങനെയായിരിക്കും കുറെ പേര് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിന്റെ ചെറിയൊരു പ്രശ്നം അല്ലെങ്കിൽ അതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വശം എന്താണെന്നുള്ള മിസ് പറഞ്ഞു തരട്ടെ. സംഭവം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ആ സമയത്ത് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ ഒക്കെ തരുന്നുണ്ടായിരിക്കും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോഴേക്കും ഒരുപാട് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള നിങ്ങളുടെ കൂടെയുള്ള ബാക്കിയുള്ള കുട്ടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരുവിധം എല്ലാ ടോപ്പിക്സും അറിയുന്നുണ്ടായിരിക്കും, എല്ലാതും അവർ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് വരുന്ന സമയത്ത് നിങ്ങളൊരു ഫ്രഷർ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമോ, അയ്യോ ബാക്കിയുള്ളവരൊക്കെ ഉത്തരം പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പല പല ടെൻഷൻസ് വരും. അപ്പൊ അത് നമ്മളെ ചെറുതായിട്ടൊരു ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവസാന നിമിഷത്തിൽ മരിച്ചു പഠിക്കാനായിട്ട് എന്റെ കുട്ടികൾ നിൽക്കണ്ട. ആദ്യം മുതൽ എന്ത് ചെയ്യുക, കുറച്ച് വീതം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എക്സാം ആകുമ്പോഴേക്കും നമുക്ക് കംപ്ലീറ്റ് റിവിഷനും കഴിക്കാം, എക്സാം ഹാളിലേക്ക് കൂളായിട്ട് നമുക്ക് പോകാനും സാധിക്കും. ഓക്കെ, അപ്പൊ അതല്ലേ ഏറ്റവും കൂടുതൽ നല്ലത് അല്ലെ. അപ്പൊ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, എന്നിട്ട് തീരുമാനം എടുക്കാം.